ഇത് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമുക്ക് കണ്ടാലോ? ഓടിവായോ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുമായിരുന്നേ. റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അതിമനോഹരമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് ക്യാമറ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നേരിൽ കാണാൻ സൂപ്പറായിരുന്നു. പിന്നെ ഇത് ആ വഴി കണ്ട ഫിഷ് ടാങ്ക് ആയിരുന്നു കേട്ടോ. ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു രാജാനബാഹു ഫിഷ് ടാങ്ക്. അതിനകത്ത് നിറച്ച് ഇതുപോലുള്ള മീനുകളായിരുന്നു. ഏകദേശം ഒരു 10-200 മീനുകളെങ്കിലും കാണും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഈ റൂമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ കയറി നല്ല നീറ്റായിട്ടുള്ള ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഞാൻ അങ്ങ് എടുത്തായിരുന്നു ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് ഫുൾ എൻ്റെ കാല് മാത്രം കറക്റ്റായിട്ട് അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന? പിന്നെ ഞങ്ങൾ ആ റൂമിലേക്ക് കയറി അലങ്കോലമൊക്കെ പെടുത്തിയപ്പോൾ കണ്ട വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഇത് ഉച്ചക്കലത്തെ ഫുഡായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഇത് സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ റൈസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, പാസ്ത ഉണ്ടായിരുന്നു, പിന്നെ വേറെ വായിക്കൊള്ളാത്ത പറയുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും പേര് പോലും പറയാൻ അറിയത്തില്ല, പക്ഷേ എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ടിനകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാരമൽ പുഡിംഗ് ആയിരുന്നു. അത് വായിക്കകത്ത് വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോയി. വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തുവായാലും ഞാനിത് നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങളാരും പോയി കണ്ടോ എന്നെനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു കണ്ടു കാണുമെന്ന്. അപ്പോഴത്തേക്ക് ഇത് അവിടുത്തെ താഴത്തെ പറമ്പ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആട്ടോ. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മലയണ്ണാനാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അത് കുറേ നേരം അവിടെ സ്റ്റാച്യു പോലെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാമെന്ന്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയപ്പോൾ ഇവിടെ ഒരു കുടില് കണ്ടു. കുടില് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവരും കൂടെ കയറി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞങ്ങൾ രാത്രി പോയിരുന്നു ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ഇത് സ്നാക്സ് ആയിരുന്നു. ഞാനങ്ങനെ ചായ കുടിക്കാത്തതുകൊണ്ട് സ്നാക്സ് മാത്രം എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇൻഡോർ ഗെയിംസ് ആണ്. ഇൻഡോർ ഗെയിം സെഷന് ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടെ മറ്റേ ക്യാരംസ് ഉണ്ടായിരുന്നു, ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തുവെന്ന് അറിയത്തില്ല, ഗൂഗിളിൽ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു. കുറച്ച് നേരം ഞങ്ങളിൽ പലരും ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി സുന്ദരീമണികളായിട്ട് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു, ഇൻഡിവിജ്വൽ ഫോട്ടോയും എടുത്തു, ഇൻസ്റ്റയിലും പിന്നെ വാട്സപ്പിലൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ ഒരു സന്ധ്യ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു പൂളിംഗ് സെഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരും പോയില്ല. കാരണം അതിനകത്ത് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും തണുത്ത് വിറച്ച് ഐസാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് ചാടുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾക്ക് പണിയും കിട്ടി. കാരണം ഇപ്പോൾ കറൻ്റ്ലി പുള്ളി വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് കാലിന് നല്ല പണി കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കി. പിന്നെ ഒടുക്കത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഹുഡിയൊക്കെ ഇട്ടിട്ട് പോലും ആ തണുപ്പ് അങ്ങോട്ട് സഹിക്കുന്നില്ലായിരുന്നു. ഞാനൊക്കെ അവിടെ നിന്ന് കിടുങ്ങുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തു. ഫുഡിനകത്ത് ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ പുതിയ സെപ്പറേറ്റ് അവർ വീണ്ടും ഉണ്ടാക്കി തന്നു. പിന്നെ സൂപ്പ് വേറെ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ഉണ്ടായിരുന്നത് നൂഡിൽസും പിന്നെ മീൻകറിയും ഉണ്ടായിരുന്നു. ഇത് വിയേർഡ് കോമ്പിനേഷൻ ആണെന്ന് എനിക്കറിയാം, പക്ഷേ നൂഡിൽസും മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പം ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ ഇതിന് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വിവിധ തരത്തിലുള്ള കേക്ക് എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ഭാഷയിൽ കേക്ക് എന്ന് പറയുന്നു. പല ടൈപ്പുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഈ കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ പോയി എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന് ഡാൻസൊക്കെ കളിച്ച് കുറച്ച് ദഹിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിലേക്ക് പോയി ചാച്ചാൻ പോയി. ഓക്കെ, ബായ്.